പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. ഓരോ മനുഷ്യനും തൻ്റെതായ ഓർമ്മകളുടെ ഒരു ലോകമുണ്ട്. ജീവിതം എന്നത് ആകെക്കൂടി പരിശോധിച്ചാൽ ഒരു വലിയ പുസ്തകമാണ്. അതിലെ താളുകളിൽ ചിലത് മങ്ങിപ്പോയേക്കാം, മറ്റു ചിലത് കീറിപ്പോയേക്കാം. എന്നാൽ ചില ഏടുകൾ എക്കാലവും മായാത്ത മഷിയിൽ പതിഞ്ഞു കിടക്കും. നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ചില മനുഷ്യർ അത്തരം മായാത്ത വരികളാണ്. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു കുളിർമയും ആശ്വാസവും അനുഭവപ്പെടുന്നു. എന്തിനാണ് ചിലരെ മാത്രം നമ്മൾ ഇത്രയേറെ നെഞ്ചിലേറ്റുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും തെളിയുന്നു. ചില ബന്ധങ്ങൾ യാതൊരു വിധത്തിലുള്ള ഗണിതശാസ്ത്രത്തിനും വഴങ്ങാത്തവയാണ്. പകരം നൽകാതെ സ്നേഹിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അപൂർവമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്ന ചിലർ തങ്ങളുടെ സ്നേഹത്തിന് തിരിച്ച് ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നമുക്കായി സമയം കണ്ടെത്തി, കരുതലോടെ പെരുമാറി. അങ്ങനെയുള്ളവരുടെ നിഷ്കളങ്കതയാണ് അവരുടെ ഓർമ്മയെ ഇന്നും നിലനിർത്തുന്നത്. ആ സ്നേഹം ഒരിക്കലും പഴകിപ്പോകുന്നില്ല. ഓരോ നിമിഷവും അത് പുതുമയോടെ നിലനിൽക്കുന്നു. ജീവിതം എപ്പോഴും സുഗമമായിരിക്കില്ല, തകർന്നു പോയേക്കാം എന്ന് തോന്നിയ നിമിഷങ്ങളിൽ നമ്മളെ കൈപിടിച്ചുയർത്തിയ ചിലരുണ്ട്. വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് സാമീപ്യം കൊണ്ടാണ് അവർ നമ്മെ ആശ്വസിപ്പിച്ചത്. വലിയ ഉപദേശങ്ങളേക്കാൾ ആ സമയത്ത് നമുക്ക് ആവശ്യം ഒരു സാന്നിധ്യമായിരുന്നു. ഇരുളിൽ വെളിച്ചം കാണിച്ച ആ മുഖങ്ങൾ മനസ്സിൽ നിന്ന് മായുക അസാധ്യമാണ്. ആ കരുതൽ ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ വികാരാധീനരായി പോകുന്നു. അവർ നൽകിയ കരുത്താണ് ഇന്നും പല പ്രതിസന്ധികളെയും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. സൗഹൃദങ്ങളോട് സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ജീവിതത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ചെറിയ ചെറിയ സന്തോഷങ്ങളെക്കുറിച്ചും മണിക്കൂറുകളോളം സംസാരിച്ചിരുന്ന ആ നിമിഷങ്ങൾ എപ്പോഴും മനസ്സിന്റെ മരുപ്പച്ചകളാണ്. അങ്ങനെയുള്ളവർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മളായി മാറുന്നു. ഏതു വലിയ ഭാരവും അവരുടെ സാന്നിധ്യത്തിൽ ചെറുതാകുന്നു. ദൂരങ്ങൾ ഒരു ബന്ധത്തെയും തകർക്കുന്നില്ല എന്ന് തെളിയിക്കുന്നവരുണ്ട്. വർഷങ്ങളോളം കാണാതെ ഇരുന്നാലും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഇന്നലെ പിരിഞ്ഞതുപോലെ സംസാരിക്കാൻ കഴിയുന്നവരാണ് ഏറ്റവും വലിയ സമ്പാദ്യം. കാലം അവർക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം, എന്നാൽ അവരുടെ മനസ്സിലെ നന്മയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടുണ്ടാകില്ല. അത്തരം ബന്ധങ്ങൾ ആയുസ് മുഴുവൻ നിലനിൽക്കുന്നവയാണ്. ദൂരങ്ങൾ വെറും അക്കങ്ങൾ മാത്രമാണെന്ന് അവർ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആരെയാണോ നാം മാതൃകയാക്കുന്നത്, ആരെയാണോ നാം കണ്ണടച്ച് വിശ്വസിക്കുന്നത്, അവരെയാണ് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. അവരുടെ ആത്മാർത്ഥത, സത്യസന്ധത, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം, ഇവയൊക്കെയാണ് നമ്മളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത്. നമ്മളിലെ ഏറ്റവും മികച്ചതിനെ പുറത്തു കൊണ്ടുവരാൻ അവർ എപ്പോഴും പ്രേരിപ്പിക്കുന്നു. അവരുടെ സാന്നിധ്യം തന്നെ ഒരു വലിയ ഊർജമാണ്. നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നൽകുന്നതും അവരാണ്. ചില ഓർമ്മകൾ ഒരു ധ്യാനം പോലെയാണ്. ഏകാന്തതയിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ഇത്തരം ആളുകളുടെ ഓർമ്മകളാണ്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അവരെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് സമാധാനം നൽകുന്നു. അവർ ഇന്ന് കൂടെ ഉണ്ടാകാം, അല്ലെങ്കിൽ എവിടെയോ ആയിരിക്കാം, എങ്കിലും നമ്മുടെ മനസ്സിന്റെ ഒരു കോണിൽ അവർ ജീവിക്കുന്നുണ്ട്. ആ സാന്നിധ്യം നമ്മളെ ഒറ്റയ്ക്കല്ല എന്ന ബോധം നൽകുന്നു. ആ ഓർമ്മകൾ തരുന്ന സാന്ത്വനം മറ്റൊന്നിനും പകരം വയ്ക്കാനാവില്ല. ഒടുവിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇത്തരം മനുഷ്യർക്ക് കൊടുക്കാൻ ഒരു നന്ദി മാത്രം മതിയാവില്ല. അവർ ജീവിതത്തിന്റെ പരിക്കൻ വഴികളിൽ നമ്മെ പാകപ്പെടുത്തിയവരാണ്. അവരിലൂടെയാണ് നമ്മൾ സ്നേഹിക്കാനും ക്ഷമിക്കാനും പൊരുത്തപ്പെടാനും പഠിച്ചത്. ഈ ഓർമ്മകൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പാദ്യം. അവർ എന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കും, ഒരു കവിത പോലെ, ഒരു ഗാനം പോലെ. ജീവിതം അവസാനിക്കുമ്പോൾ ബാക്കിയാകുന്ന ഏറ്റവും വലിയ നിധി ഇതാണ്. അതെ, നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ ഉടമകളാണ് സൗഹൃദങ്ങൾ. പരസ്പരം ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള മനോഹരമായ സ്നേഹം. ആത്മാർത്ഥത ഒട്ടും ചോരാതെ സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.